മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ അനുമോളെ ജിസയിൽ ഉപദേശിക്കുകയാണ്. രണ്ടുപേരും ഇന്ന് ജയിലിൽ കിടന്ന സമയത്താണ് ജിസയിൽ ഓരോ കാര്യങ്ങളും അനുമോളോട് ചോദിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അപ്പോൾ നമ്മുടെ ജിസയിൽ ഉപദേശമായിട്ടൊന്നും അല്ലാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ആദ്യം തന്നെ ജിസയിൽ പറയുന്നത് ഇന്ന് കിച്ചൺ ടീമിൽ നിന്നും അനുമോളെ മാറ്റിയതിനെ കുറിച്ചാണ്. എന്തിനാണ് നീ ഇങ്ങനെ റൂഡായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നത്? ഒരാൾ വന്ന് ഫുഡ് ചോദിച്ചാൽ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ. നമ്മുടെ അനുമോൾ കിച്ചൺ ടീമിലുള്ള ടൈമിൽ എല്ലാവർക്കും അറിയാം, ആരെങ്കിലും ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എടുക്കാൻ വന്നാൽ അനുമോൾ ദേഷ്യപ്പെടാറുണ്ട്. എടുക്കരുത്, തൊടരുത് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ വാൺ ചെയ്തത്, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെന്നൊക്കെ. എന്നിട്ടും ഇന്നും നമ്മുടെ അനുമോൾ അത് തന്നെ ആവർത്തിച്ചു. നെവിൻ ദോശ ചോദിച്ച സമയത്ത് നിനക്കിപ്പോൾ ഇടില്ല, അങ്ങ് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജിസയിൽ പറയുന്നത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞ് വരൂ, അല്ലെങ്കിൽ പിന്നെ തരാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോരെ എന്നാണ് ജിസയിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇവർക്ക് രാവിലെ സാമ്പാറും ദോശയുമായിരുന്നു. പക്ഷേ എല്ലാവരും ഫുഡ് കഴിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സാമ്പാർ വെള്ളം പോലെയാണെന്ന്. അപ്പോൾ അനുമോള് കിച്ചൺ ടീമിലുള്ള ഒരു വ്യക്തിയല്ലേ, പിന്നെ എന്തുകൊണ്ട് ലക്ഷ്മിയോട് ആ കറി ശരിയായില്ല, അങ്ങനെ വെള്ളം പോലെ ഉണ്ടാക്കരുതെന്ന് പറയാതിരുന്നതെന്നൊക്കെ നമ്മുടെ ജിസയിൽ അനുമോളോട് ചോദിക്കുന്നു. അപ്പോൾ അനുമോള് പറയുന്നത് ലക്ഷ്മിയാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ, ഞാൻ പിന്നെ ലക്ഷ്മിയോട് എന്ത് പറയാനാ, പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത്. പിന്നെ ലക്ഷ്മി കുക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു പുള്ളിക്കാരിക്ക് അറിയാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാതിരുന്നത് എന്ന്. പിന്നീട് നമ്മുടെ ജിസയിൽ പറയുന്നത് നിങ്ങൾ കിച്ചൺ ടീമിലുള്ള ടൈമിൽ രാവിലെ കോഫി ഉണ്ടാക്കി കൊടുക്കുന്നതും ടീ ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം ഞാനാണ്. നിങ്ങൾ രാവിലെ 8 മണിയാകുമ്പോൾ എഴുന്നേൽക്കുള്ളൂ, എഴുന്നേറ്റാൽ ഉടൻ കുളിക്കാൻ പോവും, പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കിച്ചണിലെത്തുമ്പോൾ തന്നെ 9, 9:30, 10 മണിയാവും. അതിനുശേഷമാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ലേറ്റായിട്ട് ഫുഡ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നത് അത് തന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതാണ്, കുളിച്ചതിന് ശേഷമേ കിച്ചണിൽ കയറാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ജിസയിൽ പറയുന്നത് അത് വീട്, അവിടെ 2 പേരേ ഉള്ളൂ, പക്ഷേ ഇത് നമ്മുടെ ബിഗ് ബോസ് ഹൗസ്, ഇവിടെ 10-18 പേരുണ്ട്. ഒന്നേ നേരത്തെ ആയിട്ട് കുളിച്ച് ഒരുങ്ങി വരണം, അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ ജസ്റ്റ് ഒന്ന് പല്ല് തേച്ചിട്ട് കിച്ചണിൽ വരണം. അങ്ങനെ ജിസയിൽ നോട്ടീസ് ചെയ്ത പല കാര്യങ്ങളും അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും ഉപദേശം പോലെയൊന്നുമല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ. അതിനുശേഷം ഇവർ സംസാരിച്ച് അവസാനം ആരിൻ്റെയും ജിസയിലിൻ്റെയും കാര്യത്തിലെത്തുന്നു. അപ്പോൾ ജിസയിൽ ചോദിക്കുന്നത് നിനക്ക് എന്നോട് സോറി പറയാനുണ്ടോ, അങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞതിൽ നിനക്കൊരു സോറി പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് കരയുകയാണ് അനുമോൾ. എന്നിട്ട് എനിക്ക് സോറി ഒന്നും പറയാനില്ല, ഞാൻ കണ്ട കാര്യം തന്നെയാണ് പറഞ്ഞത്, വീക്കെൻഡ് ആവട്ടെ ലാലേട്ടൻ വരട്ടെ എന്ന് പറയുന്നു. ജിസയിലും അത് തന്നെയാണ് പറയുന്നത്, എങ്കിൽ വീക്കെൻഡ് ആവട്ടെ ലാലേട്ടൻ വരട്ടെ, ലാലേട്ടൻ കാണിക്കും, പക്ഷേ നിനക്കിതിൻ്റെ കോൺസിക്വൻസ് ഒന്നും അറിയില്ല, നീ എന്ത് ഫൂളിഷ്നെസ് ആണ് പറയുന്നത്, ഇവിടെ ക്യാമറകളുണ്ട്, നീ പറയുന്നു ക്യാമറ ഫോക്കസ്ഡ് അല്ലെന്ന്, അതെങ്ങനെ ശരിയാകും, എന്തായാലും ലാലേട്ടൻ വരട്ടെ, വീക്കെൻഡ് ആവട്ടെ, നമുക്ക് സാറ്റർഡേ സൺഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം എന്നൊക്കെ. ജിസയിൽ ഇന്നും അനുമോളോട് സംസാരിച്ചപ്പോൾ അമ്മയെ തൊട്ട് സത്യം ചെയ്ത് പറയുകയാണ്, ജിസയിലിൻ്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം ജിസയിൽ പറയുന്നത് എനിക്ക് അച്ഛനില്ല, സിബ്ലിങ്സ് ഇല്ല, എനിക്ക് എൻ്റെ അമ്മയാണെല്ലാം, അമ്മയെ തൊട്ട് ഞാൻ വെറുതെ ഒരു സത്യം ചെയ്യില്ല, സോ ഞാൻ ഈ പറഞ്ഞ സത്യമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സോ ലാലേട്ടൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് എന്ന്. അതിനുശേഷം നമ്മുടെ ജിസയിൽ അനുമോളോട് ചോദിക്കുന്നത് നീ എന്തിനാണ് എപ്പോഴും കരയുന്നത്, എന്ത് ചെറിയ കാര്യമുണ്ടെങ്കിലും കരയുന്നത് എന്തിനാണ്? എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. നീ എൻ്റെ പേരിലും ആരിൻ്റെ പേരിലും ഇത്ര വലിയ അലിഗേഷൻ പറഞ്ഞിട്ടും ഞാൻ ഒരു തവണ പോലും കരഞ്ഞിട്ടില്ല, പിന്നെ നീ എന്തിനാണ് കരയുന്നതെന്നൊക്കെ. അതിന് അനുമോള് പറയുന്ന മറുപടി എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് കളവ് പറയരുത് എന്നാണ്. ഉടനെ ജിസയിൽ കയറി പറയുന്നത് എന്നിട്ട് നീ കളവാണല്ലോ പറഞ്ഞത്, എന്നെയും ആരിനെയും കുറിച്ച് നീ കളവ് പറഞ്ഞില്ലേ, എനിക്കെന്തായാലും ഇനി അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ട, ലാലേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞ് ജിസയിൽ ആ ഒരു ടോപ്പിക്ക് അവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ അനുമോള് സങ്കടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ജിസയിൽ ചോദിക്കുന്നു ഞാനിപ്പോൾ എന്നാ പറഞ്ഞിട്ടാണ് നീ കടന്ന് കരയുന്നത്, ഒന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാ ഇപ്പോഴും ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ജിസയിൽ തന്നെ അനുമോൾക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും നമ്മുടെ ജിസയിൽ കുറച്ച് കാര്യങ്ങൾ അനുമോളോട് മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ്, കുറച്ച് ഉപദേശങ്ങളും കുറച്ച് മോട്ടിവേഷനുകളൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതെന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.